ക്ഷേമവ്യവസ്ഥയിലാണെങ്കിലും അല്ലാതെയും വർഗീസിന് കുറച്ചുകൂടി സമയമുണ്ടായിരുന്നു. അദ്ദേഹം സ്വയം പാർട്ടിക്കാരനായോ? തീർച്ചയായിട്ടും വർഗീസേട്ടൻ അദ്ദേഹം ഈ ചുമതല വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുള്ള നേതാവാണ്. ഞാൻ നേരത്തെ ജില്ലാ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 6 വർഷമായി ഈ ജില്ലയിലെ പാർട്ടിയെ 6.5 വർഷമായിട്ട് ഈ ജില്ലയിലെ പാർട്ടിയെ കരുത്തോടെ അദ്ദേഹം നയിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് നയിച്ച സഖാവാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം സ്വയം ഒഴിയാനുള്ള സന്നദ്ധത കമ്മിറ്റിയെ അറിയിക്കുകയും അത് കമ്മിറ്റി അംഗീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ, പ്രത്യേകിച്ച് പാർട്ടിയുടെ ഫണ്ട് മരവിപ്പിച്ച അത്തരം കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് CPM തകർക്കാൻ വേണ്ടി തൃശ്ശൂരിൽ ഒരുപാട് ശ്രമങ്ങൾ നടന്നു. അതിനെല്ലാം ഇനി എങ്ങനെയാണ് നേരിടാൻ ഉദ്ദേശിച്ചത്? ഞങ്ങൾ നിയമപരവും രാഷ്ട്രീയവുമായിട്ട് നേരിടുമെന്നാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. ഞങ്ങളിപ്പോൾ ആ മരവിപ്പിച്ച നടപടിക്കെതിരായിട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അപ്പം നിയമപരമായിട്ട് നേരിട്ട് വിജയിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ IT ഡിപ്പാർട്ട്മെൻറ്റ് ഇതുവരെ ഹൈക്കോടതിയിൽ അവർ സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള സമയം നീട്ടി ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു നിയമ പ്രക്രിയയിൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ഇപ്പോൾ വടക്കാഞ്ചേരിയിലെ അരവിന്ദാഷിനെ പ്രതിയാക്കിയതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നടത്തിയ നിരീക്ഷണം കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലുകൾ രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പം അതുകൊണ്ട് ഈ അത്തരത്തിലുള്ള വേട്ടയാടലുകളെ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതാദ്യമായിട്ടല്ല നേരിടുന്നത്. അതിനെ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഞങ്ങൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകും. ഏകകണ്ഠമായിട്ടായിരുന്നു ഈ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ്. ഞാൻ അമ്മുവായിട്ട് പറഞ്ഞല്ലോ, ജില്ലാ കമ്മിറ്റിയെ സമ്മേളനം ഏകകണ്ഠമായിട്ട് തിരഞ്ഞെടുത്തു. സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ സമ്മേളനം ഏകകണ്ഠമായിട്ട് തിരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടറിയെയും ഏകകണ്ഠമായിട്ടാണ് സമ്മേളനം തിരഞ്ഞെടുത്തത്. പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ സ്ഥാനമുണ്ട്. ജില്ലാ സെക്രട്ടറിയുടെ ജോലികൾക്കിടയിൽ അതും കൂടി ചെയ്യാൻ കഴിയും. അല്ല, അത് പാർട്ടി ചുമതലയാണല്ലോ പ്രധാനപ്പെട്ടത്. അതിനാണ് പ്രാമുഖ്യം നൽകുക. മറ്റെല്ലാം അതിൻ്റെ താഴെ വരുന്ന കാര്യങ്ങളാണ്. അതെല്ലാം പാർട്ടി കൂടിയാലോചിച്ച് ശേഷം തീരുമാനമെടുക്കും.